ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിലെ കെയ്റോയിൽ ആരംഭിച്ച സമാധാന ചർച്ചയുടെ 3-ാം ദിവസമാണ് ചർച്ചയുടെ ആദ്യഘട്ടം വിജയമെന്ന് ട്രംപ് അവകാശപ്പെട്ടത്. US, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും സന്ധി സംഭാഷണങ്ങളുടെ ഭാഗമായി. 2 വർഷം നീണ്ട യുദ്ധത്തിന് ഇതോടെ വിരാമമാകുമെന്ന സൂചനകളാണ് മധ്യേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത്. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചതായി സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് ഉടൻ ഇസ്രായേൽ സന്ദർശിക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഗാസ സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ ട്രംപ് അഭിസംബോധന ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലും പലസ്തീനും തമ്മിൽ പതിറ്റാണ്ടായുള്ള തർക്കത്തിൽ അമേരിക്ക ശക്തമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് പതിവ്. ശക്തമായ സഖ്യകക്ഷികളാണ് അമേരിക്കയും ഇസ്രായേലും. ലോകത്തിനും ഇസ്രായേലിനും ഇന്നൊരു മികച്ച ദിവസമാണെന്ന് ആക്സിയോസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന പ്രചാരണ വാഗ്ദാനമായിരുന്നു. അതുകൊണ്ടുതന്നെ ട്രംപിന്റെ 2ാം വരവിലെ വലിയ നയതന്ത്ര വിജയമായാണ് ഗാസ സമാധാന പദ്ധതിയെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചുവെന്നും അതൊരു നല്ല സംഭാഷണമായിരുന്നുവെന്നും ട്രംപ് അമേരിക്കൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നെതന്യാഹു സന്തോഷവാനാണെന്നും ഇതൊരു വലിയ നേട്ടമാണെന്നും ട്രംപ് പറഞ്ഞു. ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകം മുഴുവൻ ഈ കരാറിലെത്താൻ ഒത്തുചേർന്നിരിക്കുന്നുവെന്നും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു. ട്രംപിനെ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചതായി നെതന്യാഹു പറഞ്ഞു. അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ തീർച്ചയായും പോകുമെന്ന് ട്രംപ് ആക്സിയോസിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അടുത്തുചേരുന്ന ഇസ്രായേൽ പാർലമെന്റ് നെതന്യാഹുവിന് കഠിനമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ പ്രഖ്യാപനത്തിനു ശേഷം ഹമാസുമായുള്ള കരാർ അംഗീകരിക്കുന്നതിനും ഗാസയിൽ നിന്ന് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുമായി ഉടൻ പാർലമെന്റ് യോഗം വിളിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ നിയമം അനുസരിച്ച് കരാറിന്റെ ഭാഗമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഏതൊരു തീരുമാനവും ആദ്യം സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട്. മന്ത്രിസഭ കരാറിന് അനുകൂലമായി വോട്ട് ചെയ്താൽ മോചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഹൈക്കോടതിയിൽ ഹർജികൾ സമർപ്പിക്കാനാവും. ഈ തടസ്സങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഇസ്രായേൽ സർക്കാരിന് മോചനവുമായി മുന്നോട്ടു പോകാനാവൂ. എന്നാൽ സമാധാന നീക്കത്തെ ചില അംഗങ്ങളെങ്കിലും എതിർക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഹമാസിനെ വിശ്വാസത്തിലെടുക്കുന്നതിലും എതിർപ്പുയരാൻ സാധ്യതയുണ്ട്. ട്രംപുമായി ഊഷ്മളവും വൈകാരികവുമായ സംഭാഷണം നടത്തിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദി പറയുകയും ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു. മറുവശത്ത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിനും പ്രവർത്തനങ്ങൾക്കും ട്രംപ് അദ്ദേഹത്തെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കെയ്റോയിൽ നടന്ന തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് ബന്ദികളെ കൈമാറാനുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും എത്തിയത്. കരാർ നടപ്പിലാക്കി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ ഇരുകൂട്ടരും കൈമാറണമെന്നതാണ് വ്യവസ്ഥ. ഗാസയിൽ ജീവനോടെയുള്ള 20 ഇസ്രായേലി ബന്ദികൾക്ക് പകരം ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്ന 2000 പലസ്തീൻ തടവുകാരെയാണ് കൈമാറുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.